ഒരു കാര്യം ചെയ്യാൻ മുഴുവൻ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് വാ. മസ്ജിദുൽ നബവിയുടെ അകത്തട്ടിലൂടെ കടന്നുപോയി എല്ലാ സ്വഹാബത്തിനെയും മസ്ജിദുൽ നബവിയിലേക്ക് വിളിക്കുന്നുണ്ട്. സദസ്സിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരും നിറഞ്ഞിരിക്കുന്ന സദസ്സിൽ ഉമർ തങ്ങൾ പറയുമോ റസൂലുള്ളാഹി തങ്ങൾ എന്താണോ പറഞ്ഞു പോയത്? മുസ്തഫ നബി തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഈ മസ്ജിദുൽ നബവിയുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിനോട് പറയുമ്പോ ഈ സ്വഹാബി ചിരിച്ചുകൊണ്ട് പറയാ, നിങ്ങൾ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാമോ? 4 കാര്യങ്ങളെ നിങ്ങൾ കൊണ്ടുവന്ന അല്ലാഹുകം മസ്റൂറാ. 4 കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അല്ലാഹുകം മസ്റൂറാ. ഉമ്മ കരയുമ്പോ, ബാപ്പ കരയുമ്പോ, സഹോദരങ്ങൾ കരയുമ്പോ, കൂടപ്പുറപ്പുകൾ കരയുമ്പോ, കൂട്ടുകാര് കരയുമ്പോ, ബന്ധുമിത്രാദികൾ കരയുമ്പോ അല്ലാഹുകം മസ്റൂറാ. നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാമെന്നാണ്, നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വിട പറയാമെന്നാണ്. പടച്ചവനേ, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ നിന്നിട്ട് ഈ സ്വഹാബി വഅദ് പറഞ്ഞു. അവലുഹാ, ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഏതാണെന്നറിയോ? 3 ആയത്തുകളെ പതിവാക്കലാണ്. സ്വഹാബാ, ഉമ്മമാരെ നമ്മളൊക്കെ കേട്ടുകൊണ്ട് കഴിഞ്ഞു പോയതായിരിക്കാം. ഒരുപാട് തവണ പള്ളികളെ ഇമാമ് മനസ്സറിഞ്ഞിട്ട് പോകുമ്പോ അതെല്ലാവരും കേട്ടവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. പക്ഷേ പള്ളിന്റെ ഉള്ളിലൂടെ അത് കൊണ്ടുവരാറില്ലല്ലോ. ഒന്നാമത്തെ ആയത്തേതാണ്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ بعد إذ هديتنا وهب لنا من لدنك رحمة. ഒന്നാമതായി നിബിധങ്ങൾ ഓതിക്കൊടുത്തവരായത്താണ്. ഇത് മുടങ്ങരുതേ. എന്തിനാണ് ഈ വരായത്ത് ഓതുന്നത് എന്നറിയുമോ? അല്ലാഹു നമുക്കൊരു അല്പ ഈമാൻ തന്നത് കൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഈ വരായത്ത് ഓതുന്നത് ആദ്യം പറഞ്ഞു മരിക്കുമ്പോ പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ പറ്റും. വാപ്പമാരെ, ഉമ്മമാരെ മരിക്കുന്ന സമയം പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും. എനിക്ക് ഇത് വേണ്ട. മരിക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റും. അതിന് ഒന്നാമത്തെ ആയത്തേതാണ്? ഈ പറഞ്ഞ രായത്താണ്. എന്തിനാ ഈ ഒരായത്ത് ഓതുന്നത്? അല്ലാഹു നമുക്ക് തന്നുപോയ ഈമാൻ അല്ലാഹു ഊരിക്കളയാതിരിക്കാനാണ്. ഇപ്പൊ ഈ കൂട്ടത്തിന് പറഞ്ഞു കേട്ടപ്പോ പല ഉപ്പമാരും പോയി നിസ്കരിച്ചിട്ട് വന്നു. നിങ്ങൾ ഇവിടെ വാഴന്റെ മജ്‌ലിസിൽ വന്നു. എന്തിനാ വന്നത്? അല്പം ഒരു ഈമാൻ ഉള്ളത് കൊണ്ടാണ്. ഈമാൻ ഇല്ലാത്ത ഒരാൾക്ക് ഇവിടെ വരാൻ പറ്റൂല. എന്നാൽ അല്ലാഹു തന്നുപോയ ആ ഒരു ഈമാനെ ഊരിക്കളയാതിരിക്കണോ? അല്ലാഹു തന്നുപോയ ആ ഒരു ഈമാനെ ഊരിക്കളയാതിരിക്കണമെങ്കിൽ എല്ലാ ദിവസവും കിടന്നുറങ്ങുന്ന ഒരു സമയത്ത് ഈ ഒരായത്തൊന്ന് പതിവാക്കി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താതെ നമ്മളെ മരിപ്പിക്കുമല്ലോ. എന്തിനേറെ മസ്ജിദുൽ നബവിയുടെ അകത്തട്ടിൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. ആ സമയത്ത് ഒരു മനുഷ്യൻ ഒരു കറുത്ത കമ്പിളി പുതച്ചിട്ട് മസ്ജിദുൽ നബവിയുടെ അകത്തട്ടിൽ ഇരുന്നിട്ട് ഫബക്കാ വകാഅൻ ശദീദാ, ഒരു കറുത്ത കമ്പിളി പുതച്ചുകൊണ്ടിരുന്ന് കരയുകയാണ്. തൊണ്ടയിടറുന്നുണ്ട്, കണ്ണുനീര് ഒലിക്കുന്നുണ്ട്. പടച്ചറപ്പേ, ആരാണ് ഈ കരയുന്നത് എന്നറിയില്ലല്ലോ. മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയം ഒരായത്ത് ഓതുന്നുണ്ട്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. ഈ വരായത്ത് ഓതുമ്പോ ഉമറുൽ ഖത്താബ് തങ്ങൾ എങ്ങനെ ചിന്തിക്കുകയാണ്? ഇതാരായിരിക്കും? ആരാണ് കരയുന്നത്? ആരാണ് ഈ വരായത്ത് ഓതുന്നത് എന്ന്
പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോൾ ദുആ ചെയ്തിട്ട് ഒരാൾ എഴുന്നേറ്റ് വരുന്നുണ്ട്. ആരാണ് വരുന്നത്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല സിദ്ദീഖേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആ കരച്ചിലിന്റെ കൂട്ടത്തിൽ ഈ വരായത്തോടെ നിങ്ങൾ ഓതുന്നുണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് പറയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഉമറേ, അല്ലാഹു ഒരൽപ്പം ഈമാൻ തന്നപ്പോഴാണ് നമ്മൾ നിസ്കരിച്ചു പോയത്, നമ്മൾ നോമ്പ് നോറ്റത്, നമ്മൾ സദഖ ചെയ്തത്, നമ്മൾ സകാത്ത് കൊടുത്തത്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയത്. അല്പം ഒരു ഈമാനിന്റെ മാധുര്യം ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയില് ഉള്ളത് കൊണ്ടല്ലേ ആ തന്നുപോയ ഈമാൻ അല്ലാഹു ഊരിക്കളയാതിരിക്കാനാ ഈ വരായത്തോതിയത്. ആയത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? റബ്ബനാ, ഞങ്ങളെ പടച്ചു പരിപാലിക്കുന്ന തമ്പുരാനെ, ലാ തുസ്ഗു ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ ഈമാനിന്റെ മാധുര്യം നീ തന്നുപോയിട്ട് അതിനെ ഊരിക്കളയല്ല റബ്ബേ, അതിനെ നഷ്ടപ്പെടുത്തി കളയല്ല റബ്ബേ, അതിനെ ഇല്ലാതെയാക്കല്ല റബ്ബേ. ഉമ്മമാരെ, ഉമ്മമാരെ, ഈ വരായത്ത് പതിവാക്കുന്നവരാരാ? എപ്പോഴാണ് ഓതാറുള്ളത്? നമ്മൾ ഉറങ്ങുന്ന പായിലോ കട്ടിലോ നമ്മൾ വന്നിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ദിക്റുകൾ മുഴുവനും ചൊല്ലുന്നതിന്റെ കൂടെ ഈ വരന്റെ ആയത്ത് ഓതിയാ, ഈ ആയത്ത് ഓതുന്നവനിക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം അറിയോ? വഫിൽ ഖബരി മൂനിസാ വഅല സിറാതി ദലീലാ വഫിൽ ഹശരി റഹീമാ. ഈ വരായത്ത് ഓതുന്നവർക്ക് അല്ലാഹു തരുന്ന ഗുണം, വഫിൽ ഖബരി മൂനിസാ, നേരം പോക്കാക്കുന്ന മലക്കുകളെ അല്ലാഹു ഖബറിൽ തരും. ഇതിനേക്കാൾ വലിയ ഓഫറിന് എന്താ വേണ്ടത്? നേരം പോക്കാക്കുന്ന മലക്കുകളെ അല്ലാഹു തരും. വാപ്പാരെ ഏതായാലും പോയിട്ട് ഇന്ന് പോവൂല, നാളെ പോവൂല, പറഞ്ഞാൽ പറ്റൂല, നമ്മൾ പോയേ പറ്റൂ. ഒരു ദിവസം നമ്മൾ പോകും. ആ ചെന്ന് കിടക്കുമ്പോ ഇന്ന് നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ ഒരൊറ്റ ആയത്തെ പതിവാക്ക്, നേരം പോക്കാക്കുന്ന മലക്കുകളെ അല്ലാഹു തരും. ഒറ്റയ്ക്കല്ല, ആരുടെ മണ്ണിലൊറ്റക്കാണ്. പക്ഷേ ഈ ആയത്ത് പതിവാക്കുന്നവർക്ക് അല്ലാഹു മലക്കുകളെ തരും. എങ്ങനെയുള്ള മലക്ക്? മൂനിസ, നിങ്ങളെ ചിരിപ്പിക്കാനും നിങ്ങളോട് വർത്തമാനം പറയാനും ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സന്തോഷം തരാൻ. വഫിൽ ഹശരി റഹീമാ, മഹ്ശറയിൽ അല്ലാഹു റഹ്മത്ത് തരാൻ. ഇതിനേക്കാൾ അവസരം, സന്തോഷം ഇനി ഏതാ നമുക്ക് കിട്ടാനുള്ളത്? അതുകൊണ്ടാണ് ഇവിടെ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ വരായത്ത് സുദ്ദീഖുൽ അക്ബർ തങ്ങൾ പോലും മോദി പോയിട്ട് പറയാ, നിങ്ങൾ മറക്കല്ലേ സ്വഹാബ. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ഒന്നാമത് പഠിപ്പിച്ചു കൊടുത്തത്. രണ്ടാമത്തെ ആയത്ത് ഏതാണെന്നറിയോ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ്. കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, കാലുകൊണ്ട്, കൈകൊണ്ട്, കൽബുകൊണ്ട് ആയിരക്കണക്കാന് പാപങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹുവിനോട് പറയാണ് കിടക്കുന്ന സമയം, റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, പല തെറ്റും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കിടക്കാൻ നേരം പറയാം. എന്തിനെന്നറിയോ? ഈ ഉറക്കത്തിൽ നമ്മൾ ഉണരുമെന്നറിയില്ല. ഈ ഉറക്കത്തിന് നമ്മൾ ഉണരുമെന്നറിയില്ലല്ലോ. എത്രയോ കരഞ്ഞ് കലങ്ങുന്ന കണ്ണുകളോട് നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ രായത്ത് മതിയല്ലോ 1000 വട്ടം തൗബ
കൊണ്ട് നിങ്ങളുടെ കൈ കൊണ്ട് കാലുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിന്റെ കത്തിയാവുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിലേക്ക് നമ്മൾ പെട്ടുപോകും എന്നുള്ള ഖുർആനിന്റെ ഈ ഒരായത്ത് അത് തൗബയാണ് എന്റെ സഹോദരാ. തുറങ്ങുന്ന സമയത്ത് ഈ ഒരായത്ത് കൂടെ നിങ്ങൾ പതിവാക്കണമെന്ന് ലോകത്തിന്റെ രാജകുമാരരെ, സർവ്വരെ, ആലം സർക്കാരെ, മുദസ്സോ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് മുതലക്കേ ചെയ്യുന്നത്. അത് കുറച്ചാൽ പിന്നെ നമുക്ക് എന്താണ് ഒന്നുമില്ല, പിന്നെ ഒന്നും കിട്ടാനില്ല. ആകപ്പാടുള്ളത് സ്വലാത്താണ് അല്ലേ? എങ്ങനെ സ്വലാത്ത് ചെല്ലാതിരിക്കുക? ദൂതരയുള്ള കാലത്തോ ഞാനില്ല, ദൂരമിതേറെങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല, കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല, പാപികളാണേലും കാരുണ്യം തടയല്ല, കനവിനു വരുമോ നിധിയേ, മഹാനബിയേ കനവിനു വരുമോ നിധിയേ, ആശ്രമനസ്സുള്ളിൽ ഏറുന്നു യാസീൻ നബിയേ. എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോകും. സ്വർഗത്തിൽ പോകുന്ന ആളിന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരൂല. തിരിച്ചു വരുന്ന ഒരേ ഒരു വ്യക്തിത്വമേ ഉള്ളൂ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. തിരിച്ചു വരുന്ന ഒരൊറ്റ വ്യക്തിത്വമേ ഉള്ളൂ, മദീനയുടെ മണിമുത്ത്. അതെന്തിനാ വരുന്നത്? അവസാനത്തെ ആളും അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തിൽപ്പെട്ട അവസാനത്തെ ആളിനെയും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി. അത്ര സ്നേഹമാണ് നമ്മളോട്. പിന്നെ നമ്മളെങ്ങനെ സ്വലാത്തില്ലാതിരിക്കുക എന്ന് പറയും നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുത്തുനബിയുടെ വാക്കാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. രണ്ടാമത്തെ ആയത്തൊരു തൗബയാണ്. അത് ഓതിയിട്ടാണ് നമ്മൾ കിടക്കാറുള്ളത്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന മൂന്നാമത്തെ ആയത്ത്, ഒന്നാമത്തെ കാര്യത്തിൽ മൂന്നാമത്തെ ആയത്ത്, ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ നാവിലൂടെ കടന്നുണ്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന പല ഉപ്പമാരും ഈ ആയത്തിൽ ഞാൻ ഓതുമ്പോ കൂടെ ഓതുന്നത് ഞാൻ കണ്ടല്ലോ. എല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മൂന്നാമതായത്ത് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഓതാനുള്ള ഒരായത്തായത്. ഇത് ആ ഒരു സമയത്ത് മാത്രം പോരാ, ഓരോ വഖ്തു നിസ്കാരം കഴിയുമ്പോഴും ഓതാനുള്ളതാണ്, നോമ്പ് കഴിയുമ്പോൾ ഓതാനുള്ളതാണ്, നോമ്പ് മുറിക്കുമ്പോൾ ഓതാനുള്ളതാണ്. അല്ലാഹുവേ, മജ്ലിസ് കഴിഞ്ഞിട്ട് ഇവിടെ ദുആ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്നൊരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഓതാനുള്ള ആയത്തായത്. പാവങ്ങൾ കടന്നു വരുമ്പോ, പാവപ്പെട്ടവർ വരുമ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വതക്ക ചെയ്യുമല്ലോ, ആ ഒരു സമയത്ത് ഓതാനുള്ള ആയത്തായത്. നിസ്കരിച്ച് കഴിയുമ്പോൾ ഓതുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ, ഇതെന്നിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്, എന്റെ നിസ്കാരത്തെ സ്വീകരിക്കണേ അല്ലാഹ്, എന്റെ നോമ്പിനെ സ്വീകരിക്കണേ അല്ലാഹ്, എന്റെ സദഖയെ സ്വീകരിക്കണേ അല്ലാഹ്, എന്റെ സകാത്തിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ ദുആ ചെയ്തത് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇശാ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഈ ഒരു മൂന്നായത്ത് പതിവാക്കുന്നവരാരാണ്? അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അറിയോ?
പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു ആ ഒരു സൗഭാഗ്യം നമുക്ക് തരട്ടെ. ആമീൻ പറഞ്ഞേ. അല്ലാഹു ആ ഒരു സൗഭാഗ്യം നമുക്ക് തരട്ടെ. ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുന്നത്, രണ്ടാമത്തെ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് ഏതെന്നറിയോ? അത് മറ്റൊന്നുമല്ല, ഉപ്പയോടുള്ള സ്നേഹമാണ്. ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എന്റെ ഉമ്മമാരോട് പറയട്ടെ, രണ്ടാമതായിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്നത്, അത് പ്രിയപ്പെട്ട വാപ്പാനെ ഇഷ്ടപ്പെടല, ഉപ്പയെ സ്നേഹിക്കല, ഉപ്പയോട് ബഹുമാനം കൊടുക്കലാണ്. എന്തിനാണ് സഹോദരങ്ങളെ ഉമ്മയെ പറ്റി എന്തേ പറയാത്തത്? ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ചോദിച്ചു, പോലെ മുത്തു നബിയുടെ മുമ്പിൽ പോയപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഉമ്മയെ പറ്റിയല്ലേ ആദ്യം പറഞ്ഞത്? ആ സമയം പറഞ്ഞു, ഉമ്മയെ പറ്റിയാണ് പറഞ്ഞതെങ്കിലും നിങ്ങളും കൂടുതൽ പറഞ്ഞത് വാപ്പയെ പറ്റിയാ. എന്തുകൊണ്ടാണ് വാപ്പയെ പറ്റി എങ്ങനെ പറഞ്ഞെന്നറിയോ? അവസാന ഒരു കാലഘട്ടം വരുമല്ലോ, ആ കാലഘട്ടത്തില് അവരുടെ വാപ്പയെ അവര് ബഹുമാനിക്കാറില്ല, വാപ്പാനെ സ്നേഹിക്കാറില്ല, വാപ്പാനെ ഇഷ്ടം വെക്കാറില്ല, വാപ്പയോട് മക്കളും ഉണ്ടാറില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം കടന്നു വരുമെന്ന് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ സ്വഹാബത്ത് പറഞ്ഞു, അങ്ങനല്ലല്ലോ നബിയേ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ പറ്റിയല്ല, ഇന്നഹു ഒരു കാലഘട്ടം വരാനിരിക്കുന്നുണ്ട്. 2020, 2022, 2023, 2024, 2025 കാലഘട്ടം കടന്നു വരാനിരിക്കുകയാണ്. ആ കാലഘട്ടത്തിലുള്ളവരെ പറ്റിയിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത്. അങ്ങനല്ലേ വാപ്പമാരെ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, ബികോമിന് പഠിക്കുന്ന, ബിടെക്കിന് പഠിക്കുന്ന, MBBSന് പഠിക്കുന്ന എത്ര ആൺമക്കളാ നിങ്ങളോട് കിട്ടുന്നത്? എത്ര ആൺമക്കളാണ് നിങ്ങളോട് സംസാരിക്കുന്നത്? എത്ര ആൺമക്കളാണ് വാപ്പാന്ന് വിളിച്ചിട്ട് അരികത്ത് വരുന്നത്? അവരോട് മിണ്ടാത്ത ഒരു കാലഘട്ടം വരുമെന്നാണല്ലോ. മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടന്ന വാപ്പ, ശരീരം ചുക്കുച്ചുളഞ്ഞ വാപ്പ, താടി നരച്ചു പോയ വാപ്പ, കണ്ണു കുടുങ്ങി പോയ വാപ്പ, ആരോഗ്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയ വാപ്പ. ആ പ്രിയപ്പെട്ട ഉപ്പമാര് വീടിന്റെ വസ്ത്രത്തിൽ ഇരിക്കുമ്പോ ഏത് ആൺമക്കളാണ് ഉപ്പ എന്ന് പറഞ്ഞ് വാപ്പയുടെ മുമ്പിൽ വരുന്നത്, വാപ്പയോട് സംസാരിക്കുന്നത്, വാപ്പയോട് കാര്യങ്ങൾ പറയുന്നത്? അതേ സമയത്ത് ഉമ്മയോട് മിണ്ടിയിരുന്നല്ലോ, ഉമ്മയോട് സംസാരിച്ചിരുന്നല്ലോ, ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും അതിനെ പറ്റിയിട്ട് ചിന്തിക്കാറുണ്ടോ? ആരെങ്കിലും അതിനെപ്പറ്റി ചിന്തിക്കാറുണ്ടോ? ഒരു പക്ഷെ നമുക്കറിയാം, പല ഉപ്പമാരോടും ആൺമക്കളും മിണ്ടാറില്ല. ഇതൊരു കുറ്റമായിട്ട് കാണരുത്. ഇവരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കർണാടകയിൽ അങ്ങേ അറ്റത്തൊരു ഭാഗത്ത് വാഴം കഴിഞ്ഞിട്ട് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴേ ഒരു പാവപ്പെട്ട ഉപ്പ ഇരിക്കുന്നുണ്ട്, നല്ലൊരു മനുഷ്യൻ. അപ്പൊ എന്റെ കൂടെ വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരനോട് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാം. ഞാൻ അവനോട് പറഞ്ഞു, ആ ഉപ്പ നമ്മളെ നോക്കുന്നുണ്ട്, പോലെ ചായ വേണമെന്ന് ചോദിച്ചോ പറഞ്ഞു, തന്നാൽ കിട്ടിയാൽ ഞാൻ കുടിക്കും പോലെ. അങ്ങനെ ചായ മേടിച്ചു കൊടുത്തു. അപ്പൊ സാധാരണ വരുന്ന സമയത്തിനേക്കാളും 3.5 മണിക്കൂർ വണ്ടി ലേറ്റാണ്, ട്രെയിൻ ലേറ്റാണ്. അങ്ങനെ അവിടെ ഇരുന്നു ആ ഉപ്പാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറേ നേരം അങ്ങനെ പോയി. ആ സമയത്ത് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും വീട്ടിൽ പോകാത്ത? മോനെ വീട്ടിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, മക്കളൊന്നുമില്ലേ? മക്കളുണ്ട്. എത്ര മക്കളുണ്ട്? 6 മക്കളുണ്ട്. 6 മക്കളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ പിന്നെ അവിടെ പോയാൽ പോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കണോ? ആ വാപ്പനോട് പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്റെ മക്കൾ നല്ല മക്കളാണ്, എന്റെ മക്കൾ നല്ല മക്കളാണ്. പക്ഷേ അവരുടെ വീട്ടിലേക്ക് ചെന്നാല് അവരെന്നോട് മിണ്ടൂല, അവർക്ക് എന്നോട് പണക്കില്ല, അവർക്ക് എന്നോട് വഴക്കില്ല, ഒന്നുമില്ല ഉസ്താദേ. പക്ഷേ എന്റെ ആൺമക്കൾ എന്നോട് തീരെ മിണ്ടാറില്ല. പിന്നെ എങ്ങനെ ഞാൻ അവരെ വീട്ടിൽ പോവാം? ഭക്ഷണമൊക്കെ ആവശ്യം പോലുണ്ട്, എന്ത് ചോദിച്ചാലും അവർ എനിക്ക് തരും, എത്ര രൂപ വേണമെന്ന് പറഞ്ഞാലും എനിക്ക് തരും. പക്ഷേ എന്റെ മക്കൾ എന്നോട് മിണ്ടാറില്ല. ആ രംഗൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതുകൊണ്ടാണ് ഇവിടെ നബി തങ്ങൾ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ
പറയുന്നത് ഒരു വീട് ഏത് വീടാണെന്നറിയുമോ? വീടിന്റെ അകത്തട്ടില് പ്രിയപ്പെട്ട വാപ്പയുണ്ടാ, വാപ്പയോട് ആൺമക്കളുണ്ടാതെ ഇരിക്കുമോ? അങ്ങനത്തെ ഒരു വീട് വന്നാല് റസൂല് പറയുന്നു ആ വീട് ജയിലെന്ന് മാത്രമല്ല അഹമ്മല്ല തങ്കത്യോ അബദാ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യമുണ്ടല്ലോ, മുറിഞ്ഞു പോകാത്ത ദാരിദ്ര്യം അല്ലാഹു ആ വീട്ടിൽ കൊടുക്കുമെന്നാണ് അബൂ ഉബൈദത്തുൽ മിസ്തരി റഹിമഹുല്ലാഹ് വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുകയാണ്.